ട്രിവാൻഡ്രം ലോഡ്ജിനെയും ബ്യൂട്ടിഫുളിനെയും ഒക്കെ ട്രാഷ് എന്ന് വിളിച്ചിട്ടുണ്ട്. എത്രയോ ഈ പറയുന്ന നിരൂപകർ അവര് തന്നെ പിന്നീട് അതിനെ വളരെ അതെ അന്നും പറഞ്ഞിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾക്കും സെയിം സംഭവിച്ചിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾ ഇറങ്ങി സെക്കൻഡ് ഡേ ഒരു പ്രശസ്ത നിരൂപകൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഈ പറയുന്ന ഒരു ഇറ്റ്സ് എ ബ്ലോച്ച് ഓൺ മലയാളം സിനിമാസ് ക്ലാസ് എന്നവർ എഴുതിയ ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം മാറും. പക്ഷെ ഇപ്പൊ പകൽ നക്ഷത്രം ഫാൻ ക്ലബ്ബുകളുണ്ട്. അതെ അതെ. അപ്പൊ അത് ഇതെല്ലാം മാറും. ഇപ്പൊ എന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ കാര്യത്തിലും അവർ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ ആയിരിക്കില്ല പിൽക്കാലം ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതില് ബോഗ് ഡൗൺ ആയി പോരുത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ തളർന്നു പോരുത്. ഒരു നിരൂപണത്തിൽ ഞാനിതൊന്നും വായിക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഓഫ് സോഷ്യൽ മീഡിയയാണ്. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല. ഞാൻ ഇത്തരം കമന്റുകളൊന്നും വായിക്കാറില്ല. സോ ഐ എം വെരി ഹാപ്പി ഇൻ ദാറ്റ് സ്പേസ്. ബിക്കോസ് ഇത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം എനിക്ക് തോന്നുന്നില്ല. പത്രം വായിക്കില്ലല്ലോ. ഇല്ല, അങ്ങനെ വായിക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? പത്രത്തിൽ വളരെ ശുഭോദാർക്കമായ കാര്യങ്ങളാണ്. അതെന്താ ഒരു നിഷ്പക്ഷ പത്രം ഇല്ലാത്തത് കൊണ്ടാണോ വായിക്കാത്തത്, അതോ പത്രം വായിച്ചിട്ട് വേണം അറിവ് നേടണം എന്നുള്ള ധാരണ കൊണ്ടാണോ? എന്താ അല്ല, നമ്മള് എന്തായാലും നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോ അത്യാവശ്യം അറിയാനുള്ള വാർത്തകൾ ഇപ്പൊ വിഷ്ണു എന്റെ സുഹൃത്താണെങ്കിൽ നിന്നിൽ നിന്നറിയും അല്ലെ, അല്ലെങ്കിൽ എന്റെ മറ്റു കൂട്ടുകാരിൽ നിന്നറിയും. പിന്നെ അത്തരം വാർത്തകൾ ഇപ്പോ എന്താണ്, യുദ്ധങ്ങൾ, കൊലകൾ, ഇതൊക്കെയാണല്ലോ ഫ്രണ്ട് പേജ് യൂഷ്വൽ സാധനം. അതെ, ഈ പറയുന്ന സെൻസേഷണലൈസേഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സോ ആ കാര്യങ്ങൾ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. അത് വായിച്ചോണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണില്ലാന്നാണോ അതോ ഇമോഷണലി അത് ബോദർ ചെയ്യുന്നുള്ളതാണോ? അല്ലെ, ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എടുക്കാറില്ല. ദാറ്റ്സ് വെരി ട്രൂ. ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്ട്രെസ്സും ഒരു തരത്തിലുള്ള കാര്യം ഞാൻ എടുക്കാറില്ല. അത് എടുത്തതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ. കാരണം അത് ഇപ്പൊ നമുക്ക് പണ്ട് നമ്മുടെ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടല്ലോ, ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഹ്യൂമൻ മിസറി, വിച്ച് ഇസ് എ ഭയങ്കര വലിയൊരു തോട്ടാണ്. നമുക്ക് ആഗ്രഹങ്ങൾ വേണോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ വേണം. എന്നാൽ ഈ നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെ അങ്ങ് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയേക്കാൾ നല്ലതാണ് അതില്ലാതിരിക്കുന്നത്. ഓക്കെ. സോ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം റൈറ്റ് നൗ. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സ്വപ്നങ്ങളോ ഇന്ന സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോബി ഡിക്ക് പോലത്തെ ഒരു സാധനം സിനിമയാക്കണം, അല്ലെങ്കിൽ യുനോ ഇപ്പൊ പുതിയ ഇപ്പൊ F1 അതെ, അല്ലെങ്കിൽ ഒരു ഓർഹൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എടുത്തിട്ട് നമുക്ക് അതൊരു വേൾഡ് സിനിമ, അങ്ങനെ എനിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞു ഈ പറയുന്ന മെഴുതിരി താരങ്ങളും പത്മയൊക്കെ ചെയ്തു പോയാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് മറ്റു സ്പിയേഴ്സിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്കൊരു ക്ലോസ് ഫാമിലി സർക്യൂട്ട് ഉണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എൻ്റെ യാത്രകളുണ്ട്. അപ്പൊ അതിലെല്ലാം നമ്മൾ വർത്തിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും വായിക്കാത്തത്. എനിക്ക് എന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ പലതും പേഴ്സണൽ വാൻഡറ്റാസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക. എനിക്ക് തോന്നുന്നു 2 തരം ആളുകൾ ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്കിത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ സമൂഹം അതുണ്ട്. അപ്പൊ അതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് ദം ഹാവ് ഇറ്റ് എന്നേ പറയാൻ പറ്റും. അല്ല നമ്മൾ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ ചെയ്ത് വിളിക്കാനോ പോകേണ്ട കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു വൈക്കാരിയസ് പ്ലഷർ ഇൻ പെയിനിങ് അതേഴ്സ്. ഉണ്ടായിക്കോട്ടെ, ലെറ്റ് ദം ഡു ഇറ്റ്. പക്ഷെ എന്റെ വഴി അതല്ല. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ ഞാൻ ഒരുപാട് മറന്നു. ഈ സ്ത്രീകളെ പറ്റി അനൂപ് മേനോൻ എഴുതിയത്. അനൂപ് മേനോൻ ട്രിവാൻഡ്രം ലോഡ്ജില് ആദ്യമായിട്ട് 4 എന്നുള്ളൊരു കാര്യം എഴുതി. അതിനു മുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല. പത്മേന ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി. ട്രിവാൻഡ്രം ലോഡ്ജില് എനിക്ക് തോന്നുന്നു ഓർഗാസം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത്. അങ്ങനെ ഒരു കോയിനേജ്, അത് സ്ത്രീകളാ പറയുന്നത്. അത് ആ സമയത്ത് ശരിക്കും ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക്, കാഴ്ചക്കാർക്ക്. അനൂപ് മേനോൻ എന്നുള്ള എഴുത്തുകാരനല്ല ഞാൻ പറയുന്നത്. എങ്ങനെ അത് എഴുതണം എന്ന് തോന്നി? അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കും, സ്ത്രീകള് അവരുടെ എന്താ പറയാ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ഓക്കെയാണ്, അത് വളരെ നോർമലാണ്, അത് സംസാരിച്ചാൽ ഓക്കെയാണ്. ആ തോട്ട് എങ്ങനെ കിട്ടി? തോട്ട് കിട്ടുന്നതല്ല, എന്താണ് നമ്മള് ഒരു സ്ക്രിപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ വാട്ട് we see in society or what's getting communicated in society, അല്ലെങ്കിൽ
ഇമാജിനേറ്റീവായിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അല്ലെ, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമ്മളൊരു CCTV വെച്ചിട്ട് നമ്മുടെ കോമൺ കോൺവെർസേഷൻസ് പറയുന്ന തരം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അപ്പം അതിനപ്പുറം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നമുക്കിപ്പോ ഈ പറഞ്ഞില്ലേ 10 കൊല്ലത്തിന് ശേഷം ഇതിപ്പോ നോർമലൈസ്ഡ് ആയില്ലേ. അതെ അതെ. അപ്പൊ അന്ന് അത് നോർമലൈസ്ഡ് ആവും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ വേൾഡ് സിനിമയും അങ്ങനെയായിരുന്നു, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. 1960s ഇപ്പൊ എന്തിനു വേൾഡ് സിനിമ, നമ്മൾ സാഹിത്യം ആലോചിക്കുമ്പോൾ ലേഡി ഷാട്ട്ലേസ് ലവർ എന്ന് പറയുന്ന ബാൻഡായിരുന്നു എത്രയോ 100 രാജ്യങ്ങളിൽ. ബിക്കോസ് ഇറ്റ് യൂസ്ഡ് അൺപാർലമെന്ററി വേർഡ്സ് മാത്രമല്ല, അതായത് ഒരു പ്രഭ്യുവെ, ഒരു ലോർഡസിനെ ഒരു ലേമൻ ഫോർണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അന്ന്. അത് അവിടുത്തെ ക്ലർജിക്കാവട്ടെ, അവിടുത്തെ റോയൽ ഫാമിലിക്കാവട്ടെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കത്തിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞു. സോ ലേഡി ഷാട്ട്ലേസ് ലവർ നൗ ബിക്കേം ഒരു ഹ്യൂജ് റിവിയർഡ് ആയിട്ടുള്ള ഒരു നോവലായി മാറിയില്ലേ. സോ അത് അതിലും വന്നിട്ടുണ്ട്. ഐ എം നോട്ട് കമ്പയറിംഗ് മൈ വർക്ക് വിത്ത് ഗ്രേസ്, അതല്ല അതിന്റെ. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സൊസൈറ്റി. നമ്മുടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും പല എഴുത്തുകാരുടെയും കാര്യങ്ങൾ വരുന്നത്. ലോഡ്ജ് കഴിഞ്ഞൊരു 4 years കഴിഞ്ഞിട്ടാണ് ഇതിനെ അങ്ങനെ മറ്റൊരു ദിശയിൽ. പിന്നെ ലോഡ്ജ് വാസ് എ ഹ്യൂജ് സക്സസ് ഓൾസോ. സോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അത് റെസണേറ്റ് ചെയ്തു. ലോഡ്ജ് ഇത്രയും ആൾക്കാർ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു 100-day ഫിലിമായി മാറില്ല. അപ്പം അത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഷോക്കിന് ശേഷം മേ ബി പീപ്പിൾ ഫൗണ്ട് എ ന്യൂ വേ ഓഫ് സീയിങ് ഇറ്റ്, എ ന്യൂ പെർസ്പെക്റ്റീവ്. അതൊക്കെ പിന്നീട് വന്നതായിരിക്കണം. അതിനകത്ത് ഇപ്പൊ ദേവിജത്തിന്റെ ക്യാരക്ടർ അവർക്ക് ഉണ്ടാവുന്ന ഓർഗാസ്മിക് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പത്മ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒട്ടും സന്തോഷമല്ലാത്തൊരു പത്മനെ കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണ്ടം നടത്തിയിട്ടുണ്ടായിരുന്ന, ഒരു കോണ്ടം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സർവേനെ പറ്റി മനസ്സിലാക്കി. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു that 70% ഓഫ് വിമൻ ഡോണ്ട് അറ്റൈൻ ഓർഗാസം, either they are faking it, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പത്മേനെ പറ്റിയിട്ട് പിന്നെ പോയിട്ട് ആലോചിച്ച് നോക്കി, പത്മേലത്തെ ആ ഒരു സന്ദർഭം വളരെ കറക്റ്റ് അല്ലേ എന്ന്. ഇത് അനൂപ് മേനോൻ എഴുതുന്നതും എന്താ പറയാ ഇമാജിനേഷനിൽ നിന്നാണോ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ, എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റിയ? അല്ല, ഓഫ് കോഴ്സ് അതിപ്പോ ഞാനല്ലോ ആദ്യമായിട്ട് എഴുതുന്നത്. നമ്മുടെ ലിറ്ററേച്ചറിൽ ആ മെറ്റീരിയൽ വളരെ ലഭ്യമാണ്. ലിറ്ററേച്ചർ അല്ല, സിനിമയിലാണ് ഞാൻ പറയുന്നത്. സിനിമയിൽ ഇത് എഴുതാൻ അതൊരു ഗട്ട്സിന്റെ ഇഷ്യൂ ഉണ്ട്. മനസ്സിലായില്ല, അത് തുറന്ന് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. അത് വിത്തൗട്ട് ബീങ് ബോഡി കോൾഡ് ഒരു വെയിലില്ലാതെ മാത്രമല്ല, വിത്തൗട്ട് നമ്മളതിനെ ഒരു റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്ഫെമി ഉണ്ടാവരുത്, അതിനകത്ത് ഒരു നിന്ദ ഉണ്ടാവരുത്. ദർ ഷുഡ് നോട്ട് ബി എ ഹേർട്ട് ഇൻ തിങ്സ്. അതെനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പം ദാറ്റ് ഷുഡ് നോട്ട് ഒരു ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെയോ നമ്മൾ ഒരു ബയസ്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അപ്പൊ എങ്ങനെയാണോ ആണുങ്ങൾ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും റാങ്ക് മേടിച്ചിട്ടല്ല ഒരാൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും അയാളിൽ നിന്ന് ഏറ്റവും നല്ലൊരു വക്കീലിനല്ലേ പ്രതീക്ഷിക്കുക, അതിൽ തെറ്റില്ലല്ലോ. പക്ഷെ എന്താ വക്കീലാവാഞ്ഞത്? അങ്ങനെ ഒരു തോട്ടപ്പെടെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും ഒരാൾ ഫസ്റ്റ് ആവുക, എന്നിട്ട് അയാൾ ഒരിക്കലും വക്കീലാവാണ്ടിരിക്കുക. വിഷ്ണു പറഞ്ഞതിൽ തന്നെ എന്റെ ഉത്തരവുണ്ട്. എല്ലാവരും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാകുമ്പോ ഞാൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവ്. നമുക്ക് I never wanted to be. It's a very noble profession. I accede to that. വക്കീലാവാന്നുള്ള ഇറ്റ് ഇസ് നോട്ട് മീൻ ടാസ്ക്. ഞാനിപ്പം റാങ്ക് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് നല്ല വക്കീലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ മിടുക്കന്മാരെ വക്കീലന്മാർ അങ്ങനെ റാങ്ക് വാങ്ങിച്ച ആൾക്കാരൊന്നും അല്ല. പ്രൊസീജിയറൽ ലോ ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. സോ അത് പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ അത് ട്രൈ ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് എല്ലാ കാലത്തും ഐ വാണ്ടഡ് ടു ബി ഇൻ ദിസ്. അപ്പൊ ഒരു ആക്ടർ എന്ന രീതിയിലല്ല, ആസ് എ ഫിലിം മേക്കർ ഓർ റൈറ്റർ ഓർ വാട്ട് എവർ കപ്പാസിറ്റി, ഐ വാണ്ടഡ് ടു ബി ഇൻ സിനിമ.